ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ സർക്കിൾ കട്ട് അംബ്രല്ലയും ഒരു ലോങ് ടോപ്പുമാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ വന്നേക്കുന്നത് ഒരു ഓർഗൻസ മിക്സ്ഡ് ആയിട്ടുള്ള വൈറ്റ് മെറ്റീരിയൽ സ്കേർട്ടിനും പിന്നെ ഹക്കോബ മെറ്റീരിയലാണ് ടോപ്പിനും നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 7 to 6 ഇയേഴ്സിൻ്റെ അളവിന് നമുക്ക് നോക്കാം. സ്കേർട്ട് എടുത്തേക്കുന്നത് 3 മീറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 8ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അംബ്രല്ല 4ആയിട്ട് മടക്കിയിട്ടിട്ട് കോണിൽ മടക്കിയിട്ടേക്കുവാണ്. ഇനി നമ്മുടെ ഹിപ്പ് അളവ് വന്നിട്ട് 22ആണ്. 22നെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പം 3.6 നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത്. അതാണ് ഞാൻ മുകളിലത്തെ പോർഷനിൽ മാർക്ക് ചെയ്യുന്നത്. പിന്നെ താഴോട്ട് നമ്മുടെ ഇറക്കം വേണ്ടത് 26. തയ്യൽ തുമ്പൊക്കെ പോയി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 25 കിട്ടുന്നത്. ഓക്കെ, അത് ഞാൻ റൗണ്ടിന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ആ 3 മീറ്ററും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു തുള്ളി പോലും വേസ്റ്റ് പോവാതെ നോക്കിക്കോ. മടക്കിയിട്ട ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതേപോലെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ടോപ്പിൻ്റെ വേണ്ടി തുണി 4ആയി മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. 4ആയി മടക്കിയിട്ടിട്ട് ഷോൾഡർ 5.5 താഴോട്ട് 4.5 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ 6.5, വേസ്റ്റ് 5.25, താഴെ 6.5 തന്നെയാണ് കേട്ടോ. ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 14ആണ്. 16 തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് വെട്ടിയേക്കുന്നത്. അതേപോലെ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാവേ. നെക്ക് 3ലാണ് കൊടുക്കുന്നത്. 5.5 ലെങ്ത്ത്. വി നെക്കാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വി നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഷോൾഡർ ലെസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കും അതേപോലെ തന്നെ. ബാക്ക് അല്പം ഇറക്കിയിട്ടുണ്ട്. ഒരു ക്ലോത്തിൽ അതിൻ്റെ 3 സൈഡും അടിച്ചെടുക്കാം. ഇനി ലൈനിങ് വെച്ചു. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. നമ്മൾ നെക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് നെക്ക് വരച്ച് അതിലേ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ആ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചേ കൊള്ളരുത്. പിന്നെ ക്യാൻവാസ് ഒന്ന് നീക്കി ഒന്ന് പതിച്ചടിക്കാം. ക്യാൻവാസിലും മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടാണ് ആ പതിച്ചടി പോകേണ്ടത്. പിന്നെ ക്യാൻവാസ് അകത്തേക്ക് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണേ. ഇനി ആ ക്യാൻവാസും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ എങ്ങും സ്റ്റിച്ച് പോകുന്നില്ല. ഇനി 3 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. ഇതേ രീതിയിൽ ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ലോക്കിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോ അത് അഴിഞ്ഞു വരാൻ ഒരു ചാൻസും ഇല്ല. ഇനി ബാക്കിലോട്ട് നീക്കി ഒന്ന് പതിച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 4ആയി മടക്കിയിട്ടു. ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാവേ. 4.5ലും ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ചെസ്റ്റ് 6.25, 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുത്തു. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുവാണ് 1/2 ഇഞ്ച്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഷോൾഡറും മടക്കി അടിച്ചു. അതേപോലെ താഴ്ഭാഗവും മടക്കി അടിക്കുവാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഹൂക്ക് വെച്ച് കൊടുക്കാനുള്ള പടി വെക്കണേ. അതിന് ഒരു 2 ഇഞ്ച് വീതിയിലും തുണി എടുത്തിട്ടുണ്ട്. നീളം ഞാൻ അളന്നൊന്നും അല്ല എടുത്ത്, ചുമ്മാ അങ്ങ് എടുത്തിട്ടാ. എന്നിട്ട് നമുക്ക് ഹുക്ക് വെക്കാനും
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഇതൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്ത് വീഡിയോ ഇടാം കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. സ്പീഡ് കൂടിപ്പോയി എന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇടല്ല. മാക്സിമം ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല MB ആവുന്നത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ സ്പീഡ് കൂട്ടുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ വേണ്ടവർക്ക് നമുക്ക് ജസ്റ്റ് പാർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് വേണ്ടവർ മെസ്സേജ് ഇടാൻ പറഞ്ഞത്. കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ഓൾറെഡി എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്തിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി ഹുക്ക് വെക്കാനും അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പടി വെക്കാനാണ്. ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഹോൾഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. 1.5, 1.25, 2 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ആ ഹുക്ക് വെക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുക. കൂടുതൽ ഗ്യാപ്പ് കൊടുത്താൽ അതെന്താ പറയുക, ഓപ്പണായിട്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് കൂടുതലൊന്നും കൊടുക്കല്ലേ. പിന്ന് കുത്തി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ തുണി തെന്നിപ്പാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ് തെറ്റിപ്പോവേ. 6.5 ചെസ്റ്റ്, വെസ്റ്റ് 5.25, ഹിപ്പും 6.5 മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കാവേ. തയ്യൽ തുമ്പും ഒക്കെ ചേർത്ത് സ്റ്റിച്ച് കൊടുക്കാം. നോർമലി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3 തയ്യൽ തുമ്പാണ് കേട്ടോ തയ്യലാണ് കൊടുക്കാറ്. അപ്പോൾ അവർക്ക് വീണ്ടും അഴിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ലോങ് ടോപ്പാണ് കേട്ടോ. നല്ല ഇറക്കമുണ്ട്. ലെങ്ത്ത് 14ഓളം വരുന്നുണ്ട്. അപ്പോൾ ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ ഇഷ്ടമുള്ളവർ ചൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്നറിയാവോ? ക്രോപ്പ് ടോപ്പ് നമുക്ക് ലെങ്ത്ത് കുറവായിരിക്കും. ഈ ഒരു അളവിന് 7 വയസ്സിൻ്റെ അളവിന് ലെങ്ത്ത് വരുന്നത് മാക്സിമം 9, കൂടിപ്പോയാൽ 10. അതിൽ കൂടുതൽ ക്രോപ്പ് ടോപ്പിന് ലെങ്ത്ത് എടുക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ക്രോപ്പ് ടോപ്പ് ചെറുതാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർ പറയുക, ലെങ്ത്ത് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ലെങ്ത്തിനെ ഒന്ന് മടക്കി അടിക്കാൻ പറയുക. അപ്പോൾ 14 ഇട്ട് സ്റ്റിച്ച് ചെയ്താലും മടക്കി അടിച്ച് വരുമ്പോൾ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറയുക. സ്റ്റിച്ച് കൊടുക്കാതെ ഹെമ്മിങ് താഴെ ചെയ്ത് കൊടുത്താൽ നമുക്കത് വീണ്ടും അഴിച്ച് ലെങ്ത്ത് കൂടുന്നതോളം അഴിച്ച് നമുക്ക് ക്രോപ്പ് ടോപ്പാക്കി വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർ അങ്ങനെ ഒന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിക്കുക. ഓക്കെ. പേഴ്സണലി എനിക്ക് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ മോള് വളർന്നു വരുന്നിടത്തോളം അത് ചെറുതാവും. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്, അതൊന്ന് കറക്കി ജോയിൻ ചെയ്തെടുക്കാവേ. പിന്നെ സ്കേർട്ടിൻ്റെ 2 അറ്റവും ജസ്റ്റ് ഒന്ന് മടക്കി ഒരു 3 ഇഞ്ചോളം ഒരു തയ്യൽ കൊടുക്കുക. അപ്പോൾ അത് നൂലിരിഞ്ഞ് വരാതിരിക്കാനാണ്. ഇനി നമുക്ക് പടിയൂടെ വെച്ച് കൊടുത്താൽ ഒരു 6 ഇഞ്ചിൻ്റെ പടി ഞാൻ 2ആയിട്ട് മടക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അല്പം കട്ടിയും കിട്ടും. ഇനി അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത് കറക്കി ജോയിൻ ചെയ്താൽ പാവാടയുടെ കംപ്ലീറ്റ് വർക്ക് തീരും. ഇനി നമുക്ക് പാവാടയ്ക്ക് ഹൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഹൂക്കും അതിൻ്റെ ഹോൾഡും കൂടാണ്. ഔട്ട്ലുക്കാണ് ഇത്. ഞാനൊരു ബോയും സൈഡിൽ കുറച്ച് ഹാങ്ങിങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.